വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത് ശിരോവസ്ത്ര വിവാദത്തിൽ എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതാണ്. ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇതിപ്പോൾ DDEയുടെ ഉത്തരവാണ്. ഹിജാബ് ധരിച്ച കുട്ടിക്ക് പ്രവേശനം നൽകണം എന്ന് പറയുന്ന ആ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഹിജാബ് ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് എത്താം എന്നല്ലേ? ശിരോവസ്ത്ര വിവാദത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോടതിയിൽ നിന്ന് വരുന്നത്. DDE ഉത്തരവിന് സ്റ്റേ നൽകാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നു എന്നതാണ്. ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളതായിരുന്നു DDEയുടെ ഉത്തരവ്. ആ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നു. സ്കൂളിന്റെ ഹർജിയിലൊപ്പം സർക്കാരിനോട് കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട്. വിഷ്ണു, ഇതിനർത്ഥം ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കുട്ടിക്ക് എത്താം എന്നല്ലേ? അനുജ, നിലവിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതായത് ഈ സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം DDE പുറത്തിറക്കിയ ഉത്തരവ്, അതായത് കുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്താൻ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിൽ യൂണിഫോമിനനുസരിച്ചുള്ള കളർ വേണമോ എന്ന കാര്യത്തിലൊക്കെ സ്കൂളിൽ തീരുമാനമെടുക്കാമെന്നും അതിൽ പറഞ്ഞിരുന്നു. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് സ്റ്റേ ചെയ്തില്ല എന്നാണ്. ആ സ്റ്റേ ചെയ്യാൻ നിലവിൽ കോടതി തയ്യാറായിട്ടില്ല. അതിന് വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് VG അരുൺ ബെഞ്ചാണ് സ്കൂൾ നൽകിയ റിട്ട് പെറ്റീഷൻ പരിഗണിച്ചത്. രണ്ടാഴ്ചത്തേക്ക് ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂൾ പറഞ്ഞ ന്യായവാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷ അവരുടെ അഭിഭാഷകയടക്കം പങ്കുവച്ചിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. പ്രാഥമികമായി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം കോടതി നിരാകരിച്ചിരിക്കുന്നു. സ്റ്റേ ഇല്ല. ആ പശ്ചാത്തലത്തിൽ DDE പുറത്തിറക്കിയ ഉത്തരവ് നിലനിൽക്കും. കുട്ടിക്ക് സ്കൂളിൽ വന്ന് ഹിജാബ് ധരിച്ച് പഠിക്കുന്നതിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇന്ന് രാവിലെ കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയതനുസരിച്ചാണെങ്കിൽ ആ സ്കൂളിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിൽ ഇനി എന്ത് നിലപാട്, കോടതിയുടെ ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിൽ ആ കുടുംബം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. അനുജ, ഇതിലിപ്പോൾ ഈ സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിലൊക്കെ മാനേജ്മെന്റിനാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന തരത്തിലുള്ള ഉത്തരവ് കൂടി ഇവർ നേരത്തെയൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നല്ലോ. അത് എങ്ങനെയാണ് ഇനിയിപ്പോൾ അതിന്റെ മുന്നോട്ട് എങ്ങനെ നമ്മൾ അതിനെ കാണേണ്ടി വരും വിഷ്ണു? അനുജ, നിലവിൽ ഈ സ്കൂൾ DDE പുറത്തിറക്കിയ ഉത്തരവ്, അതിൽ വിശദമായ അന്വേഷണം നടത്തിയാണ് ആ ഉത്തരവ് പുറത്തിറക്കിയത്. അതിൽ പറയുന്നത് യൂണിഫോമിനോട് മാച്ചായ ഹിജാബ് വശം അത് ധരിക്കുന്നതിൽ പ്രശ്നമില്ല, ഹിജാബ് ധരിച്ച് കുട്ടിക്കെത്താം. അതിൽ ഏത് കളർ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത് പിന്നീട് കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കാം എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോഴും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിജാബ് ധരിച്ച് ആ കുട്ടിക്ക് സ്കൂളിൽ വരുന്നതിന് ഒരു തടസ്സവുമില്ല, അതിന് കുട്ടിയെ അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. അത് തടയണമെന്നാണ് നിലവിൽ മാനേജ്മെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി നിലവിൽ അങ്ങനെ ഒരു സ്റ്റേയുടെ ആവശ്യമില്ല, അതിന് വിസമ്മതിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിൽ ആത്യന്തികമായ തീരുമാനമെടുക്കേണ്ടത് കുട്ടിയും കുടുംബവുമാണ്. ആ കുടുംബം ഇന്ന് രാവിലെ വ്യക്തമാക്കിയത് സ്കൂളിലേക്ക് ഇനിയില്ല എന്ന നിലപാടാണ്. ഇത്തരം വിവാദങ്ങളൊക്കെ പോയ പശ്ചാത്തലത്തിൽ ഇനി ആ സ്കൂളിലേക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ കോടതി വിധി അവർക്ക് ഏറെക്കുറെ അനുകൂലമെന്ന് പറയാൻ അതിന്റെ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രാഥമികമായി അവർക്ക് അനുകൂലമായ ഒരു വിധിയാണ്, അല്ലെങ്കിൽ അത് തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ആ തീരുമാനത്തിൽ എന്താണ് കുടുംബം തീരുമാനിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ സ്കൂളിനെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. അവർ ഇനി സ്വാഭാവികമായും കോടതിയിൽ മറ്റു വാദങ്ങളൊക്കെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയതാണ്. അതേ നിലപാട് തന്നെ കോടതിയെ അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഒരുപക്ഷെ കോടതി ഒരു അനുകൂല തീരുമാനത്തിലേക്ക് ഈ വിഷയത്തിൽ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അനുജ, അതായത് ഇപ്പോൾ സർക്കാരിന് ഇതിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. അതിലിപ്പോൾ സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന നിലപാടും വളരെ പ്രധാനമാകും. വിഷ്ണു പറഞ്ഞതുപോലെ സർക്കാരിന്റെ നിലപാട് എന്ത് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അതിൽ കോടതി അനുകൂല നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? ഇത് എപ്പോഴാകും ഇതിൽ വിശദീകരണം നൽകി സർക്കാരിന്റെ മറുപടിയൊക്കെ സമർപ്പിക്കേണ്ടത്? ഇനി കോടതി എപ്പോഴാണ് ഇത് പരിഗണിക്കുന്നത് അന്തിമ വിധിക്കായി?
അനുജ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുക എന്നാണ് ഏറ്റവും അവസാനം ഇന്ന് പരിഗണിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. 2 ആഴ്ചയ്ക്ക് ശേഷം സർക്കാരിന് മറുപടി കേൾക്കും, അതിൽ വിശദമായ വാദമുണ്ടാകും, അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുക. പക്ഷേ അതുവരെ ഈ കാര്യങ്ങൾ നീണ്ടുപോകുമോ എന്ന കാര്യത്തിലൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. കാരണം കുട്ടി അവിടെ നിന്ന് പഠിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ഈ വിഷയം അവിടെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും സ്റ്റേറ്റ് വാസ് ദ സ്കൂൾ എന്ന രീതിയിലേക്ക് കേസ് പോകാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. സർക്കാർ അവരുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ കോടതിയെ അറിയിക്കും. പരസ്യമായും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ നിലപാടായിരിക്കും സർക്കാർ കോടതിയെ അറിയിക്കാൻ പോകുന്നത്. ആ നിലപാടിന്മേലായിരിക്കും വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കുക. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്തുക. നിലവിൽ എന്തായാലും കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ആ കുടുംബത്തിന് അനുകൂലമാണ്, ആ കുട്ടിക്ക് അനുകൂലമാണ്. അത് സെന്റ് റീത്ത സ്കൂളിന് തിരിച്ചടിയാണ് അനുജ. അതാണ്. പക്ഷേ എന്താകും ഇനി കുട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ്. സ്കൂൾ മാറുന്നു എന്ന നിലപാട് അതിപ്പോൾ ഇന്ന് പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. വലിയ മാനസിക വിഷമമുണ്ട് കുട്ടിക്ക് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു കുട്ടികൾക്ക് ഭയമാണ് എന്ന പരാമർശമൊക്കെ ആ കുട്ടിക്ക് ഉണ്ടാക്കിയത് വലിയ ദുഃഖമാണ് എന്ന് പിതാവ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ സ്കൂളിലേക്ക് തിരികെ മടങ്ങാൻ അവർക്ക് താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ അത് നല്ലതാണ്. കോടതിയുടെ തീരുമാനം നല്ലതാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി തിരികെ ആ സ്കൂളിലേക്ക് എത്തുമോ എന്നുള്ളതിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.